കോളേജ് ഒരിക്കലും ഈ കോന്നി നിവാസികൾക്ക്, കോന്നി നിയോജകമണ്ഡലത്തിലുള്ള ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പദ്ധതിയായിരുന്നു. ഞാനിതൊക്കെ പറയുന്നത് അടൂർ പ്രകാശ് MP തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഇതെല്ലാം പെയിന്റ് അടിച്ച് ഉദ്ഘാടനം നടത്തുന്നതൊന്നുമല്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. വേണ്ടത്ര ഡോക്ടർമാർ വേണം, ചികിത്സാ സൗകര്യങ്ങൾ വേണം, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ആ മെഡിക്കൽ കോളേജായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ ധാരാളം പേര് പ്രവാസികളായിട്ടുള്ള സ്ഥലമാണ് ഈ കോന്നി, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ തന്നെ. അവരെല്ലാം പറയുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും സാറ് അധികാരത്തിലെത്തിയാൽ ഈ പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവർക്ക് ഒരു തൊഴിൽ സാധ്യത ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം തന്നെ സിൻഡിക്കേറ്റിൽ എനിക്കൊരു പ്രത്യേക താല്പര്യം തോന്നി. പക്ഷെ അപ്പോൾ കോന്നിക്കപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല. എത്രയേ ഉള്ളൂ. കോന്നിയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ജില്ലയിൽ കോന്നിയാട്ടോ. ഈ പറയും VNS, NSSൻ്റേത്, ഈ SNDPയുടേത്, ഇവർ ഈ തവളപ്പാറ. ഞാൻ 3 തവണ സിൻഡിക്കേറ്റിൽ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാഭ്യാസം. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്തനംതിട്ടയുടെ DCC പ്രസിഡൻ്റാണ്. അതിനേക്കാൾ ഉപരി ഇദ്ദേഹം MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അത് വലിയ സ്ഥാനം തന്നെയാണ്. അപ്പോൾ കോന്നിയിലേക്ക് വരുമ്പോൾ മത്സരിക്കുമ്പോൾ പലരും പറഞ്ഞ് ഇദ്ദേഹം കോന്നിയിൽ പുതിയ ഒരാളാണ് എന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കോന്നിയിൽ പുതിയ ഒരാളൊന്നുമല്ല. കോന്നിയിലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് ഒക്കെ അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ വലിയ ഒരു പബ്ലിസിറ്റി പ്രേമിയോ അല്ലെ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളൊന്നും അല്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ സംസാരിക്കാൻ. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ നല്ല തിരക്കാണ്. കിട്ടിയ ചെറിയ ആ ഒരു സമയത്തിനുള്ളിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ കോന്നിയിൽ നടപ്പിലാക്കുന്ന എന്തൊക്കെ വികസന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളത് അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. കാരണം എപ്പോഴാണ് ഒന്ന് കൈ കിട്ടുന്നത്? കോന്നിയിലേക്ക് വന്നിട്ട് എങ്ങനെയിരിക്കുന്നു കോന്നിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? കോന്നിയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വിധം UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആത്മവിശ്വാസം പകരുന്നത്. ഈ ജനങ്ങൾക്കിടയിലേക്ക് സാർ ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം ഉണ്ടായ ഒരു സാർ ഈ നാട്ടുകാരനല്ല എന്നൊക്കെയുള്ള കുറേ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയൊക്കെ ലാസ്റ്റ് അവസാന നിമിഷമൊന്നും ഇപ്പം അറിയാനില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അത് സാർ ഫീൽ ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ 4 വർഷക്കാലം 4 DC-യിലും പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇവിടെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നീട് ചില ഉള്ളിടയിലുള്ള അകത്തോട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് എല്ലാം തന്നെ എന്നെ ഉൾക്കൊള്ളാൻ അറിയാം, മറ്റു രാഷ്ട്രീയക്കാർക്ക് ഒക്കെ അറിയാം. പിന്നെ അത് എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. ഈ കോന്നിയിലെ വികസനമാണ് എടുത്തു പറയുന്നത് എതിർ വിഭാഗം. ആ കോന്നിയിലെ വികസനത്തിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ ഒരു കയ്യൊപ്പ് ഉള്ളതല്ലേ? കോന്നിയിൽ എന്ത് വികസനമാണ് നടപ്പാക്കിയതെന്നുള്ളത് ജനത്തിനറിയാം. 23.5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച മുൻ നിയമസഭാംഗവും മുൻ മന്ത്രിയുമായ ശ്രീ അടൂർ പ്രകാശ് MP എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്തി. കാണത്തക്ക പ്രോജക്റ്റ്, റോഡ് ടാർ ചെയ്യുന്നതോ കലുങ്ക് പണിയുന്നതോ അല്ല, അത് കേന്ദ്ര ഫണ്ടും എല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെ എടുത്ത് കാണിക്കത്തക്ക യാതൊരു പ്രോജക്റ്റും ഇപ്പോഴത്തെ MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. അത് പൊതുജനവും അത് പറയുന്നുണ്ട്. അല്ല, മെഡിക്കൽ കോളേജുണ്ട്, ടൂറിസം മേഖലയുണ്ട്, അടിസ്ഥാന വികസനമുണ്ട്, ആശുപത്രി വികസനം, ഇങ്ങനെ പലതും ഉണ്ട് കോന്നിയിൽ എടുത്തു കാണിക്കാൻ വേണ്ടി പറയുന്നു. മെഡിക്കൽ കോളേജ് ഒരിക്കലും ഈ കോന്നി നിവാസികൾക്ക്, കോന്നി നിയോജകമണ്ഡലത്തിലുള്ള ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പദ്ധതിയായിരുന്നു. ശ്രീ അടൂർ പ്രകാശ് MP അന്ന് ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ മെഡിക്കൽ കോളേജ് കോന്നിയിൽ ആരംഭിച്ചത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ള ആളുകൾ അന്ന് പറഞ്ഞു ഇത് ആനകുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇത് എന്തിനാണ് ഇവിടെ തുടങ്ങുന്നത്. പക്ഷേ ആ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ്. പരിതാപകരം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടത്ര ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയ നടത്തിയാൽ തുന്നിക്കെട്ടാൻ നൂല് പോലുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് നടന്നു പോകുന്ന ആളുകൾ പിന്നെ മോർച്ചറിയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു ഡോക്ടർ അവിടെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു, ജീവൻ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിക്കും. ഇത് ഞങ്ങളാരും പറയുന്നതല്ല. നമുക്കറിയാം, ജില്ലാ കളക്ടർക്ക് ഒരു അപകടമുണ്ട്, അത് കോന്നി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് വെച്ചാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഡ്രൈവറോട് പറഞ്ഞു, അദ്ദേഹം നല്ല പരിക്കായിരുന്നു, അത് ഡ്രൈവറോട് പറഞ്ഞു എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകരുത്, നേരെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഞാനിതൊക്കെ പറയുന്നത്
അടൂർ പ്രകാശ് MP തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഇതെല്ലാം പെയിന്റ് അടിച്ച് ഉദ്ഘാടനം നടത്തുന്നതൊന്നുമല്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. വേണ്ടത്ര ഡോക്ടർമാർ വേണം, ചികിത്സാ സൗകര്യങ്ങൾ വേണം, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ മന്ത്രിസഭയിൽ ഉള്ള മന്ത്രി ഉൾപ്പെടെ വീണ ജോർജ് ഉൾപ്പെടെ തൊട്ടടുത്ത മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുക. എന്ത് പ്രവർത്തനമാണ് മെഡിക്കൽ ആരോഗ്യ രംഗത്ത് ചെയ്തിട്ടുള്ളത്? ഈ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി, ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തീർച്ചയായും UDF അധികാരത്തിൽ വന്ന് ചെയ്തിരിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. സാറ് എന്തൊക്കെ വിഷയങ്ങളാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ കോന്നിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്? കോന്നി എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകൾ എടുക്കണം. കാരണം ഗവി, അടവി തുടങ്ങിയിട്ടുള്ള അത് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ കാലത്താണ് അതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചത്. മണ്ണീർ ഉൾപ്പെടെയുള്ള നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിൽ ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നീട് നമുക്കിവിടെ കോന്നിയിൽ കോടതിയില്ല. ആ കോടതി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ തൊഴിലാളികൾ കൂടുതലുള്ള ഒരു മേഖല എന്നുള്ള നിലയിൽ തൊഴിലാളികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ അടൂരും പത്തനംതിട്ടയാണ് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് ഇവിടെ അടിയന്തരമായി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വന്യമൃഗ ആക്രമണം. ഇന്ന് ആനയും കടുവയും പുലിയും ഇറങ്ങി എത്രയോ ജീവനാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ കൊക്കാത്തോട്ട് ഇവിടെ ഗവിയിൽ പോയപ്പോൾ 2 മാസം മുമ്പ് നമ്മുടെ ഒരു പ്രവർത്തകൻ, കൊച്ചുമോൻ എന്ന് പറയുന്നൊരു പ്രവർത്തകൻ, പാവപ്പെട്ട വീട്ടിൽ കടുവ കടിച്ചു പോയി. ഇതുവരെ നഷ്ടപരിഹാരം പോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പദ്ധതികൾ ഏറ്റവും പ്രധാനമായും അത് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം സ്ഫോടനാത്മകമായ സ്ഥിതിയിലാണ് വന്നെത്തിയത്. അവർക്ക് ഈ എംപ്ലോയ്മെൻറ്റ് PSC വഴി നിയമനം കൊടുക്കാൻ കുറേ പേരെ തിരികെ കയറ്റിയതല്ല, ശാശ്വതമായൊരു പരിഹാരമല്ല. അത് UDF ഗവൺമെൻറ് വന്നാലും ഈ സമയത്ത് വരെ പിരിച്ചുവിടാം. അപ്പോൾ അവർക്ക് ശാശ്വതമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ ഒക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് പോലും നടത്തുവാൻ ഇപ്പോൾ സൗകര്യങ്ങളില്ല. നേഴ്സിംഗ് കഴിഞ്ഞ പിള്ളേർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്താൻ വേറെ മറ്റ് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ഈ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുമ്പോൾ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായി. വളരെ ഭംഗിയായ രീതിയിൽ ഇപ്പോൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വന്നപ്പോഴാണ് മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജുകളിലും അതിനകത്തോട്ട് മാറിയത്. അതിനു മുമ്പ് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നതിൽ കൂടുതൽ ഞാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കോന്നിയിൽ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോന്നി സഹോദരൻ അയ്യപ്പൻ കോളേജിൻ്റെ പെർമനൻ്റ് അഫിലിയേഷൻ ഞാൻ സിൻഡിക്കേറ്റിലിരുന്നതാണ്. ഇത് അട്ടച്ചാക്കുന്ന ഒരു വനത്തിലായിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കോടതിയിൽ കേസ് നടന്നിരുന്നിട്ട് ഇത് പലർക്കും അറിയത്തില്ല. സാർ ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ആളാണെന്നും ഈ കോളേജുകൾക്കൊക്കെ പെർമിഷൻ കൊടുത്തതിൻ്റെ അകത്തൊരു മുഖ്യ കണ്ണിയാണ്. ഞാൻ ഈ പെർമനൻ്റ് അഫിലിയേഷൻ അല്ലെങ്കിൽ UGC ഗ്രാൻഡ് കിട്ടത്തില്ല. കോന്നി സഹോദരൻ അയ്യപ്പൻ കോളേജ് ആദ്യം ആരംഭിച്ചത് അട്ടച്ചാക്കലാണ്. അത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് കോടതിയിൽ അത് ഷിഫ്റ്റ് ചെയ്തതിനെതിരെ നാട്ടുകാർ കേസ് കൊടുത്തു. അങ്ങനെ അതിൻ്റെ പെർമനൻ്റ് അഫിലിയേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ ജാൻസി ജെയിംസ് വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന ആദ്യത്തെ സിൻഡിക്കേറ്റിൽ 2ാമത്തെ യോഗത്തിൽ തന്നെ ഈ വിഷയം റേസ് ചെയ്തു. കാരണം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അന്ന് 2 കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുമരകം കോളേജും സഹോദരൻ SNDP യോഗം SN ട്രസ്റ്റിന്. അപ്പോൾ ഇത് സ്ഥാപനം ഇവിടെ നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനത് സിൻഡിക്കേറ്റ് റേസ് ചെയ്ത് കമ്മീഷനിൽ വെച്ച് ഇതിൻ്റെ പെർമനൻ്റ് അഫിലിയേഷൻ കിട്ടി. അത് കാരണമാണ് ഈ കോളേജ് ഇവിടെ നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ തവളപ്പാറ സെൻറ്റ് തോമസ് കോളേജ് ഞാനാണ് പരിശോധനയ്ക്ക് വന്ന് കൊടുത്തത്. മന്നം NSS കോളേജ് പുതിയ കോഴ്സുകൾ, അന്ന് NSSൻ്റെ പ്രസിഡൻ്റായ നരേന്ദ്രൻ സാറും ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. സാറിനെ വിളിക്കുമായിരുന്നു. ഹരിദാസ് എടുത്തിട്ട് ഇപ്പോഴത്തെ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെയും പുതിയ കോഴ്സുകൾ. പിന്നെ വിളക്കത്തിലാണ് VNS കോളേജ്. ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ സിൻഡിക്കേറ്റിൽ എഴുതുമ്പോൾ എനിക്കൊരു പ്രത്യേക താല്പര്യം തോന്നി. കോന്നിക്കപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ. കോന്നിയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള ജില്ലയിൽ കോന്നിയുണ്ട്. ഈ പറയും VNS, NSSൻ്റേത്, ഈ SNDPയുടേത്, ഈ തവളപ്പാറ കോളേജ്. 3 തവണ സിൻഡിക്കേറ്റിൽ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്.
പ്രത്യേകിച്ച് കോന്നിയോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. എൻ്റെ അമ്മ കുടുംബം കോന്നി മലയാലപ്പുഴ കല്ലിടുക്കിലെയാണ്. ഒരുപാട് ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഈ കോന്നി നിയോജക മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കുടുംബം ഇവിടെയായിരുന്നു എന്നുള്ളതിനെ പറ്റി. അമ്മയുടെ വീടൊക്കെ കോന്നി മണ്ഡലത്തിൽ. അമ്മയുടെയും അടൂർ പ്രകാശിൻ്റെ ചേട്ടൻ്റെ അമ്മയുടെയും മലയാലപ്പുഴയാണ് രണ്ട് കുടുംബം. ഈ ധാരാളം പേര് പ്രവാസികളായിട്ടുള്ള സ്ഥലമാണ് ഈ കോന്നി. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ തന്നെ അവരെല്ലാം പറയുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് പറയുന്നുണ്ട്. സാറ് അധികാരത്തിലെത്തിയാൽ ഈ പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവർക്ക് ഒരു തൊഴിൽ സാധ്യത ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം നമ്മുടെ സ്വപ്ന പദ്ധതിയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അതിന് ഊന്നൽ കൊടുക്കാതെ റോഡിന് കോടികൾ മുടക്കി മറ്റേ കരിങ്കു പണിഞ്ഞു, പാലം പണിഞ്ഞു എന്ന് പറയുന്നൊരു കാര്യമില്ല. അത് കേന്ദ്ര ഫണ്ടാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ എങ്ങനെ പ്രാവർത്തികമാകും? സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് പൂച്ചപറ്റി കിടക്കുക. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ളൊരു ഗവൺമെൻറ് ഇങ്ങനെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കിഫ്ബി എന്ന് പറഞ്ഞ് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുൻ മന്ത്രിയും മുൻ MLA 23.5 വർഷക്കാലം കോന്നിയാക്കിയ പ്രിയപ്പെട്ട അടൂർ പ്രകാശ് MP അനുഗ്രഹ ആശീർവാദത്തോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. ശരി, എല്ലാ വിജയാശംസകളും. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.